സമ്പത്തുകളുടെ അപകാരം എങ്ങനെ സഹിക്കണം? സന്തോഷത്തോടെ. ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്, ഞങ്ങളുടെ ഒരു പ്രിയപ്പെട്ട പിതാവ് വർഷങ്ങൾക്ക് മുമ്പ് വളരെ പ്രയാസത്തിൽ കൂടെ പോയൊരു പിതാവ്. തനിക്ക് കുറച്ച് റബ്ബറുണ്ട്. ആ റബ്ബറിൽ തനിക്ക് വേണ്ടി കൊടുത്തിരിക്കുന്നതാണ്, വീട്ടുകാർ കൊടുത്തിരിക്കുക. തൻ്റെ സ്വപ്നം, അത് എല്ലാ കർഷകർക്കും ഒരു സ്വപ്നമുണ്ട് അല്ലേ? നമ്മൾ വായിച്ചിട്ടില്ലേ ചങ്ങമ്പുഴയുടെ ഒരു പാട്ട്? എന്താണ്? മഴയങ്ങ് നിന്നപ്പോൾ മാനം തെളിഞ്ഞപ്പോൾ മലയൻ്റെ മാടത്ത പാട്ടുപാടി. എന്താ? മലയപ്പുലയൻ തൻ മാടത്തെ മുറ്റത്ത് മഴ വന്ന നാളൊരു വാഴ നട്ടു അല്ലേ? വാഴ ഇങ്ങനെ വന്നപ്പം കുഞ്ഞുങ്ങളത് പാടുകയാണ്. തമ്പ്രാൻ വന്നത് വെട്ടിക്കൊണ്ട് പോവുകയാണ്. കർഷകൻ അതിങ്ങനെ സ്വപ്നം കണ്ടിരിക്കും. ഈ മനുഷ്യൻ അത് വെട്ടുന്നത്, അതിന് മാർക്കിടുന്നത് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുക. മാർക്കിടാറായി. ഓരോ മരത്തിൻ്റെ മൂട്ടിലും കുത്തിയിരുന്ന് മരമാക്കി. അപ്പോഴാണ് പ്രായമായ അപ്പനോട് പറഞ്ഞ് അനിയൻ അതെല്ലാം കൊണ്ടുപോയി. എന്തു ചെയ്യും? എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഭ്രാന്തനെ പോലെ ആ മനുഷ്യൻ ഞങ്ങളുടെ വീട്ടിൽ വരുന്നത്. ഞാനന്ന് കുഞ്ഞാ. പുള്ളിയുടെ വസ്തു എല്ലാം കൊണ്ടുപോയി. ഭയങ്കര മദ്യപാനി, ആരോഗ്യ ദൃഢഗാത്രനായിരുന്ന, എന്തിനും ഏതിനും ചാടി വീഴുന്ന ഒരു മനുഷ്യനായിരുന്നു. പക്ഷെ ദൈവം തന്നെ തൊട്ടപ്പം രൂപാന്തരപ്പെട്ടതാ. അപ്പോൾ ഈ അച്ചായനോട് എൻ്റെ അപ്പ പറയുന്ന വാക്കുകൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അച്ചായ സമാധാനമായിട്ടിരിക്കുന്നെല്ലാം പറഞ്ഞു 3 ഓപ്ഷനുണ്ട്. ഒന്നിൽ അച്ചായന് മാനസിക വിഭ്രാന്തിയാണ്, മനസ്സ് ശരിയല്ല, അദ്ദേഹത്തിൻ്റെ അനുവാദമില്ലാതെ അറിവോടല്ലാതാണ് ഈ ഒപ്പിടിച്ചെന്ന് പറഞ്ഞ് നമുക്കൊരു കേസ് കൊടുക്കാം. അല്ലെങ്കിൽ രണ്ടാമത്തെ ഒരു ഓപ്ഷനുണ്ട്, പണ്ടത്തെ പോലെ ഒരു 100 പൊടിയടിച്ച് 2 കടാരം കൈ വെച്ച് ഒരു കയറി ചെന്ന് മുറ്റത്ത് ഇന്നൊരു താണ്ഡവം ആടുക, ഇപ്പം തിരിച്ചെഴുതി തരും. ഇല്ലെങ്കിൽ പോത്തിലെന്ന് പറയാം, കുത്തി കുടലെടുത്ത് കഴുത്തയിലോട്ടിട്ട് ഇതൊരു ഷോയാണ്. കണ്ടിട്ടില്ലേ ഷോ? ഞങ്ങളുണ്ടൊരു പാർട്ടി. ഒരു കാര്യമില്ല, പാവം പിടിച്ചവനാ. പക്ഷെ അവനെ പേടിയാണ് എല്ലാവർക്കും. എന്നറിയാം, അവൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടായാൽ അങ്ങോട്ട് ചെന്ന് പറയും, മുണ്ടൊക്കെ മടക്കി കുത്തി കൈ ഇങ്ങനെ മൂക്കിലോട്ട് കൊണ്ടുവെക്കും. മണപ്പിക്കടാ ചോരയോടെ മണക്കുന്നു. ചോര നമുക്ക് തോന്നും ചോരയാണ്, 1-ാം തരം മോരുകറിയാ. പക്ഷെ നമുക്ക് തോന്നും ചോരയാണ്. അപ്പോൾ ഒരു ഷോയൊക്കെ അങ്ങ് കാണിക്കുക. ഷോയൊക്കെ കാണിക്കുമ്പോൾ അത് എഴുതി തരും. മൂന്നാമത്തെ ഒരു ഓപ്ഷനുണ്ട്, സമ്പത്തുകളുടെ അപകാരം സന്തോഷത്തോടെ സഹിക്കുക. നിന്നോടൊന്നിച്ചുള്ള വാസം എൻ്റെ കണ്ണീർ തുടച്ചിടും. പരപരമേശാവരമരുളീശ നീയത്രേ എൻ രക്ഷാസ്ഥാനം. പരപരമേശാവരമരുളീശ നീയത്രേ എൻ രക്ഷാസ്ഥാനം. കൈപ്പാകിലും അന്ത്യമോ മധുരമത്രേ ആദികൾ. കൈപ്പാകിലും അന്ത്യമോ മധുരമത്രേ പരപരമേശ വരമരുളീശ നീയത്രേ എൻ രക്ഷാസ്ഥാനം. പരപരമേശ വരമരുളീശ നീയത്രേ എൻ രക്ഷാസ്ഥാനം. എൻ്റെ എല്ലാ നാടത്തിക്കും നിന്റെ ഭാഗ്യമീറവല്ലോ. നിന്റെ എല്ലാ നാടത്തിക്കും നിന്റെ ഭാഗ്യമീറവല്ലോ. പരപരമേശ വരമരുളീശ നീയത്രേ എൻ രക്ഷാസ്ഥാനം. പരപരമേശ വരമരുളീശ നീയത്രേ എൻ രക്ഷാസ്ഥാനം. നിന്നെ കാണും നിന്നെ ദുഃഖമൊന്നുമില്ല, നിന്നെ കാണും ജനങ്ങൾക്കും നിന്നെ ദുഃഖമൊന്നുമില്ല. പരപരമേശ വരമരുളീശ നീയത്രേ എൻ രക്ഷാസ്ഥാനം. പരപരമേശ വരമരുളീശ നീയത്രേ എൻ രക്ഷാസ്ഥാനം. അപ്പോൾ കുടുംബങ്ങളെ തകർക്കുന്ന ഏറ്റവും വലിയൊരു ടെസ്റ്റായിട്ട് ഈ കാലഘട്ടത്തിൽ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രതിസന്ധിയാണ് പണത്തിൻ്റെ പേരിലുള്ള പ്രശ്നങ്ങൾ. അത് ഇവിടെ മാത്രമല്ല, അങ്ങോളം ഇങ്ങോളം വന്ന് നടക്കുക. ദൈവമക്കളെ, നമുക്ക് പണം തന്നത് ദൈവമാണെങ്കിൽ, അത് അധ്വാനിക്കാൻ ആരോഗ്യം തന്നത് ദൈവമാണെങ്കിൽ, ദൈവത്തിന് നന്ദി പറയാൻ അതുകൊണ്ടിടയാകണം. മാത്രമല്ല, ഈ പണം കൊണ്ട് സ്വർഗത്തിൽ എന്തുണ്ടാക്കണം? നിക്ഷേപം ഉണ്ടാക്കുന്നവരായിട്ട് മാറണം. പങ്കുവെച്ചും അനേകരുടെ ഉദവിയിലേക്ക് അത് ഒഴുകുമ്പോൾ, പങ്കുവയ്ക്കപ്പെടുമ്പോൾ അത്
ഉന്നതത്തിൽ നമുക്ക് നന്മയായി മാറാൻ ഇടയായിത്തീരും. അപ്പോൾ ഈ ടെസ്റ്റിൽ നമ്മൾ ജയിക്കണം. മൂന്നാമത്തെ കുടുംബങ്ങളെ തകർക്കുന്ന ഒരു വലിയ ടെസ്റ്റാണ് അത്. ഉൽപ്പത്തിയുടെ പുസ്തകം 2-ാമത്തെ അധ്യായത്തിൻ്റെ അവസാനത്തെ വാക്യത്തിൽ കാണുന്ന ഒരു കാര്യം കണ്ടോ? അവർ ഇരുവരും ആരായിരുന്നു? നഗ്നരായിരുന്നു. അവർക്ക് എന്തില്ലായിരുന്നു? നാണമില്ല. വളരെ ഗൗരവമായിട്ട് ഓർക്കേണ്ട കാര്യങ്ങളാണ്. മനുഷ്യനും ഭാര്യയും ഇരുവരും എന്തായിരുന്നു? നഗ്നരായിരുന്നു. അവർക്ക് എന്തില്ലായിരുന്നു? നാണമില്ല. ഇന്ന് മനുഷ്യരുടെ അടുത്തൊരു പ്രശ്നം ഇരുവർക്കും ഇടയിലുള്ള ഒത്തിരി മറകളാണ്. ചിലർക്ക് ഫോൺ എടുക്കുന്നത് ഭയങ്കര പ്രശ്നമാണ്. എൻ്റെ ഫോൺ നോക്കരുത്, അത് പ്രശ്നമാണ്. ചിലരുടെ ഫോണൊക്കെ എടുത്താൽ വിറയ്ക്കുകയും ദേഷ്യപ്പെടുകയും ഒക്കെ ചെയ്യുന്നത് അതിൻ്റെ പേരിലുള്ള പരാതികൾ. ഈ ഫോണിനകത്ത് എന്താ ഇത്ര ഇരിക്കുന്നേ? അല്ല, എനിക്കറിയാൻ വേണ്ടി ചോദിക്കുക, എന്താ ഇതിനകത്ത് ഇത്ര ഇരിക്കുന്നേ? ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൻ്റെ രഹസ്യങ്ങൾ അതിനകത്തുണ്ടോ? എന്തെങ്കിലും ഭീകരവാദ പ്രശ്നങ്ങൾ അതിനകത്തുണ്ടോ? എന്താ ഇതിനകത്ത് ഇരിക്കുന്നേ ഇത്ര? നമ്മളെന്തിനാ ഇത്ര അസ്വസ്ഥരാകുന്നേ? അപ്പോൾ ഈ മറയ്ക്കാനോ? ഞാൻ ചോദിച്ചോട്ടെ, ഒന്നും ഇല്ലാത്തവന് ഈടി, ഇപ്പം എല്ലാവരും നാട്ടിൽ പെരുട്ടുന്ന എന്തോ പറഞ്ഞാൽ ഈടി പറഞ്ഞാൽ ജീവിക്കാൻ നിവർത്തിയില്ലാത്തവനോ ഈടി വരുമെന്ന് പറഞ്ഞാൽ പേടിക്കുമോ? 5 പൈസ കൈയില്ലാത്തവന് ഈടിയെ പേടിക്കണോ? ഈടിയെ പേടിക്കേണ്ട ആരാ? കള്ളപ്പണമുള്ളവനാ ഈടിയെ പേടിച്ചാൽ മതി. അല്ലാത്തവന് പേടിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. ഞാൻ സാറിന് പറയുന്ന ഒരു കഥയുണ്ടേ. ഭാര്യയും ഭർത്താവും ഇരുവരും എന്തായിരുന്നു? വേദോസത്തി ഇരുവരും നഗ്നരായിരുന്നു. നഗ്നത ഒന്നും അവിടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ 3.5 മീറ്റർ സാരിയോ 2.5 മീറ്റർ കൊണ്ട് തയ്ക്കുന്ന ചുരിദാറോ ഒന്നുമല്ല. നഗ്നത ഒരു ജീവിതാവസ്ഥയാണ്. എന്ന് പറഞ്ഞാൽ അവർക്കിടയിൽ മറയ്ക്കാനായിട്ട് എന്തില്ലായിരുന്നു? ഒന്നുമില്ല. അപ്പം ദമ്പതികളുടെ ഏറ്റവും വലിയ വിശുദ്ധാവസ്ഥയുണ്ട്. അവർക്കിടയിൽ എന്ത് പാടില്ല? മറയ്ക്കാൻ പാടില്ല. ഈ മറയ്ക്കാനുള്ളത് എന്തെങ്കിലും വരുമ്പോഴാണ് പ്രശ്നമാകുക. ഒരിക്കൽ ഒരു ഭർത്താവ് ഒരു ഭാര്യയോടൊക്കെ പറയുകയാണ്, അവൾക്ക് തീരെ വയ്യ, അവളെ ഇരുന്ന് അന്വേഷിക്കുക, ശുശ്രൂഷിക്കുക. അവൻ്റെ സ്നേഹം കണ്ടിട്ട് എല്ലാവർക്കും അങ്ങ് സങ്കടമായി. എന്നോട് സ്നേഹമുള്ള ഭർത്താവാണ്. പക്ഷേ ഈ ചേച്ചി സാധാരണ ഭാര്യമാർ പറയാത്തൊരു കാര്യം പറഞ്ഞു. ചേട്ടാ ഞാൻ മരിക്കുമ്പോൾ ചേട്ടൻ വേറെ പെണ്ണ് കെട്ടണമെന്ന് പറഞ്ഞു. നമ്മളാണ് എന്താ പറയും? ചേട്ടാ സത്യം ചെയ്, വേറെ എന്ത് ചെയ്തില്ല, കേട്ടത്തില്ല. എൻ്റെ പെങ്ങൾ രോഗിയായിരുന്നു, മരിച്ചുപോയി. മരിക്കുമെന്ന് ഉറപ്പായപ്പോൾ അവൾ ചെയ്ത കാര്യം കേൾക്കണം. അവൾ കിടന്ന കട്ടിലും മെത്തയും കൂടെ റാന്നി കൊടുത്ത് വിട്ടു. എന്തിനാണെന്നറിയാമോ? ആ കട്ടിലെ വേറൊരുത്തിനെ കൊണ്ടുവന്ന് അളിയൻ കിടക്കാതിരിക്കുക. അളിയനിത് കേട്ടാലും വേണ്ടില്ല, എൻ്റെ കയ്യിൽ ആ കട്ടിൽ കെട്ടിക്കോട്ടെ, പക്ഷേ ഈ കട്ടിൽ അത്ര ദുഷ്ട മനസ്സാണ് നിങ്ങളുടേത്. ആരുടെ? ഒരു സോക്കോൾഡ് സാധാരണക്കാരത്തി ഭാര്യയുടെ. അല്ലേ കേട്ടോ? പക്ഷെ ഇവള് പറഞ്ഞ് കെട്ടിക്കോളാൻ പറഞ്ഞു, കെട്ടണം. അവൾ പറഞ്ഞു അങ്ങനല്ല, എനിക്കത് ചിന്തിക്കാൻ പോലും വയ്യ. അപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു, ആ കെട്ടി വരുന്ന പെണ്ണിൻ്റെ മൂക്കയിൽ എൻ്റെ മൂക്കുത്തി ഇടണം, അവിടെ കാതയിൽ എൻ്റെ കാതിപ്പൂ ഇടണം, അവിടെ കഴുത്തിൽ ഈ മാല ഊരിയിടണം. അച്ഛൻ പറഞ്ഞ്, മോളെ ചേട്ടൻ പറഞ്ഞ് ഇങ്ങനെ പറയില്ലടി, എനിക്ക് ചിന്തിക്കാൻ പോലും വയ്യ. എല്ലാം പറഞ്ഞിട്ട് അവൾ പറഞ്ഞു, അവിടെ കയ്യേലെ ഈ വള ഊരി അവിടെ കയ്യെ ഇടണം. പെട്ടെന്ന് അറിയാതെ ഈ മനുഷ്യൻ പറഞ്ഞു, ഈ വള അവിടെ കയ്യെ കയറത്തില്ലെന്ന്. ബെൻസി ചേച്ചി അവൾക്ക് മനസ്സിലായില്ല, ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്ത്, ഈ വള അവിടെ കയ്യിൽ എന്തില്ല, കയറത്തില്ല. അതുകൊണ്ട് ഈ മെലിഞ്ഞ കയ്യെ തൂക്കുമ്പോഴും ആ കിടക്കിടയ്ക്ക് ഒരു തടിച്ച കയ്യെ തൂക്കുന്നുണ്ടായിരുന്നു. അതൊരു ദിവസം പുറത്ത് വരും, അന്നേരമാണ് ഈ ചമ്മുന്നത്. എന്നാലും നമ്മുടെ അമ്മമാരൊക്കെ ക്ഷമിച്ചില്ലേ? മെസ്സേജൊക്കെ വന്നു. ഞാൻ ഇരിക്കുമ്പോൾ ഒരു പെണ്ണിങ്ങ് വീട്ടിൽ വന്നു. എന്നാണെന്നറിയാമോ? അവനയച്ച മെസ്സേജ് അവക്കയച്ചത് ഞാൻ കണ്ടു, ഞാനത് എടുത്തു പൊക്കി. ആണോ? അപ്പോൾ അമ്മച്ചി ഇങ്ങനെ ഇരിക്കുക. അമ്മച്ചി ചോദിച്ചു, എന്തുവാ നീ കണ്ടേ? അത് അവൾ അയച്ച മെസ്സേജ് കണ്ടു. എന്നിട്ട് ഞാനിങ്ങനെ പോന്നു. എന്നെ ഞാൻ പോകത്തില്ല. ആണോ? ഇതെല്ലാം കേട്ടിട്ട് അമ്മച്ചി അവളോട് പറയാ, നീ മെസ്സേജല്ലേ കണ്ടുള്ളൂ, നിൻ്റെ ഈ വല്യപ്പനുണ്ടല്ലോ ഈ അയാളെ ഞാൻ വേലക്കാരുടെ കൂട്ടത്തിൽ നിന്ന് കയ്യോടെ പൊക്കിയതാ. എന്നിട്ട് ഞാൻ അവക്കിട്ട് ഒരടി വെച്ച് കൊടുത്തു. അവളെ വിട്ടിട്ട് അയാളോട് പറഞ്ഞു, മര്യാദയ്ക്ക്. അന്ന് തൊട്ട് അയാളെന്തായി? അതുകൊണ്ട് ഞങ്ങളെ ഒറ്റയ്ക്ക് എങ്ങും എന്ത് ചെയ്തില്ല. എന്നിട്ടും അവരെന്ത് ചെയ്തില്ല, കളഞ്ഞില്ല. അപ്പോട്ടെ, കളയാൻ ഇതുപോലും ഒരു റീസൺ അല്ല. എന്നാൽ പോലും എന്തില്ലാതെ ജീവിക്കണം, മറയില്ലാതെ ജീവിക്കണം.
ജീവിതത്തിന് എപ്പോഴെങ്കിലും മറകൾ വന്നു. അപ്പോൾ ഒന്നാമത്തെ ടെസ്റ്റ് എന്താ? എന്ന ടെസ്റ്റാണ്. രണ്ടാമത്തെ ടെസ്റ്റ് എന്താ? മണി ടെസ്റ്റാണ്. UK മണി ടെസ്റ്റ് വിദേശ മലയാളികളുടെ ഇടയിൽ അല്ല, നാട്ടിൽ ഇന്നത്തെ തലമുറയിലെ ഒരു ടെസ്റ്റ് മണി ടെസ്റ്റാണെന്ന് ഞാൻ പറഞ്ഞാൽ നിഷേധിക്കാമോ? എല്ലാത്തിനും ഷെയറാണ്. പക്ഷേ അതെങ്ങനെ ഷെയർ ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. കഴിക്കാൻ പോയാൽ പോലും ഇവർ ഷെയറാണ്. പക്ഷേ അവൻ 3 ദോശ കഴിച്ചപ്പോൾ ഇവൾ 2 ദോശ കഴിച്ചുള്ളൂ. അതെങ്ങനെ ഷെയർ ചെയ്യും? കഴിക്കാൻ പോയാൽ പോലും ഷെയർ പറയും. മക്കളെ, പൈസയുടെ പേര് ഷെയർ പറയല്ലേ. പണം തമ്പുരാൻ തരുന്ന, നാളെ പൈസ ഇല്ലാതാകും. ആരോഗ്യം ഇല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ ജോലി ചെയ്യും? പറ. ആരോഗ്യമില്ല എങ്ങനെ ജോലി ചെയ്യും? ഞാൻ ഈ പൈസയുടെ വലിപ്പവും കണ്ടിട്ടുണ്ട്, പൈസയുടെ ഇല്ലായ്മയും കണ്ടിട്ടുണ്ട്, രോഗവും കണ്ടിട്ടുണ്ട്. ഇതെല്ലാം കണ്ടിട്ടുള്ളതുകൊണ്ട് പറയുക, തമ്പുരാൻ തരുന്ന ഓരോ പൈസയ്ക്കും ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഉണ്ടെങ്കിൽ തമ്പുരാൻ തന്നു, ഇല്ലെങ്കിൽ ഇല്ലതുപോലെ. പക്ഷേ അതിൻ്റെ പേരിൽ എന്തുണ്ടാക്കരുത്? വഴക്കുകൾ ഉണ്ടാക്കരുത്. മുമ്പോട്ട് പോകട്ടെ. 3ാമത്തെ ടെസ്റ്റാണ് മറയുണ്ടാകുന്ന ടെസ്റ്റ്. എന്തുണ്ടാകാൻ പാടില്ല? പരസ്പരം മറയ്ക്കാൻ വേണ്ടി ഒന്നും ഇല്ലാതിരിക്കുക. അത് വളരെ ഗൗരവമായിട്ട് ഓർത്തോണേ. നമ്മുടെ ആശാൻ അക്ഷരം 1 പിഴച്ചാൽ ശിഷ്യൻ എത്ര പിഴയ്ക്കുമെന്നാണ്? 58 പിഴയ്ക്കും. നമ്മൾ മറച്ചുണ്ടല്ലോ, വരുന്നുണ്ട് പിള്ളേർ. അതുങ്ങൾക്ക് ഇതെല്ലാം ഡിലീറ്റ് ചെയ്ത് നമ്മുടെ കണ്ണിൽ പൊടിയിടാൻ വലിയ മിടുക്കരാ. അതുകൊണ്ട് അവർ തെറ്റാതിരിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്തുണ്ടാകരുത്? തെറ്റുകളുണ്ടാകാതെ സൂക്ഷിക്കുക. മറയ്ക്കാനില്ലാത്തവരായി ജീവിക്കാനായിട്ടുള്ള ഒരു പ്രാഗൽഭ്യം, അത് വലിയൊരു പ്രാഗൽഭ്യമാണ്, ചെറിയൊരു കാര്യമല്ല. ഒന്നും മറയ്ക്കാനില്ലെങ്കിൽ കണ്ണി നോക്കത്തില്ലേ? കണ്ണി നോക്കാൻ പാടല്ലേ പലർക്കും? കുറച്ചു നേരം കണ്ണി നോക്കിയാൽ നമ്മളിങ്ങനെ തല കുനിക്കുന്നത് എന്തിനാ? കണ്ണി നോക്കി പറയണം എനിക്കൊന്നുമില്ലെന്ന്. ആരുടെ കണ്ണി നോക്കി പറഞ്ഞില്ലെങ്കിലും തമ്പുരാൻ്റെ കണ്ണി നോക്കി പറയണം എനിക്ക് മറയ്ക്കാനൊന്നുമില്ലാത്തൊരു ജീവിതമാണ്. അങ്ങനെ പറയാനൊത്താൽ അതെന്തൊരു ഭാഗ്യമായിരിക്കും. അപ്പം നോക്കൂ, ഈ ടെസ്റ്റിൽ ജയിക്കാനായിട്ട് നമുക്ക് കഴിയട്ടെ. വീണ്ടും നമുക്ക് പെട്ടെന്ന് മുമ്പോട്ട് പോകാം. എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ ചെറിയ ചിന്തകൾ പങ്കുവെച്ച് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുക. ഇതൊക്കെ ഞാൻ പറഞ്ഞാലും കുടുംബം റെഡിയാകണമെങ്കിൽ അത് ക്രിസ്തു കേന്ദ്രീകൃതമായെങ്കിൽ മാത്രമേ അത് നന്നായി പോകത്തുള്ളൂ. എബ്രായർ 3:1. അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ അപ്പോൾ യേശു ക്രിസ്തുവിനെ ശ്രദ്ധിച്ച് നോക്കുവിൻ. എല്ലാവരും പറഞ്ഞ് ആരെ ശ്രദ്ധിച്ച് നോക്കണം? എല്ലാ ബന്ധങ്ങളും എങ്ങനെയാണെന്നറിയാൻ യേശുവിനെ നോക്കിയാൽ മതി. ആരെ നോക്കണം? യേശുവിനെ. ഉറക്കെ പറഞ്ഞ് യേശു. ഒന്നുകൂടെ പറഞ്ഞ് യേശുവിനെ നോക്കിയാൽ മതി. എല്ലാ ബന്ധങ്ങളിലേക്കും. ഒരു ഫാമിലി അല്ലെങ്കിൽ ഒരു കുടുംബം എന്ന് പറയുന്നത് ഭാര്യയും ഭർത്താവും മാത്രമല്ല. നമുക്ക് അപ്പനുണ്ട്, അമ്മയുണ്ട്, സഹോദരങ്ങളുണ്ട്, എല്ലാവരും ഉണ്ട്. ഭാര്യ, ഭർത്താവ്, മക്കൾ, ഇതെല്ലാം കൂടെ കുടുംബമാണ്. കുടുംബം എന്ന ആ ഒരു വിളി ഒന്നിച്ചാകുന്നത്. അപ്പോൾ അവിടെ ഇതെല്ലാം എങ്ങനെയാണെന്നറിയാൻ യേശുവിനെ നോക്കിയാൽ മതി. ഒന്ന്, അപ്പനും മോനും തമ്മിലുള്ള ബന്ധം അറിയാൻ യേശുവിനെ നോക്കിയാൽ മതി. നമ്മൾ അപ്പനും മോനും എനിക്കറിയാവുന്ന ഒരേ ഒരു മോനെ ഉള്ളായിരുന്നു. ഒന്നുകൂടെ ഇല്ല, ഒറ്റ മോൻ. ഒരപ്പന് ആ അപ്പം ആ മകൻ കുറേ നാളത്തേക്കിന് അപ്പനെ വിട്ട് ദൂരെ പോയി. ഒത്തിരി ദൂരെയാണ്. പക്ഷേ എത്ര കഷ്ടപ്പെട്ടാണെങ്കിലും പകൽ ഭയങ്കര തിരക്കാണെങ്കിലും ആ മോൻ രാത്രിയിൽ അപ്പനെ തേടി വരും. എന്നിട്ട് നേരം വെളുക്കോളം അവർ വർത്തമാനം പറയും. നേരം വെളുക്കോളം എനിക്കങ്ങ് ഭയങ്കര സന്തോഷം തോന്നി ആ അപ്പനും മോനും കൊണ്ടൊന്ന് വർത്തമാനം പറയുന്നത്. കാരണം ഞാനൊരു മോനോട് പറഞ്ഞു, സ്പെൻഡ് മോർ ടൈം വിത്ത് യുവർ ഡാഡ് എന്നപ്പോൾ അവൻ എന്നോട് പറഞ്ഞ മറുപടി, വിഷയമില്ല, എന്തോ ഇത്ര നേരം അപ്പനോട് എന്ത് ചെയ്യാൻ, വർത്തമാനം പറയാൻ. ഞാനൊരു അത്യാവശ്യത്തിന് ഒരു രാത്രി 3 മണിക്ക് അവൻ്റെ മുറി അവിടെ ചെണ്ട വന്നു. വിളിച്ചിട്ടെല്ലാം എൻഗേജ്ഡാണ്. എന്ത് ചെയ്തു? അത്യാവശ്യമാണ്. അവസാനം ഞാൻ ചെന്ന് ബെല്ലടിച്ചപ്പോൾ ഇറങ്ങി വരുമ്പോഴും ഫോണുണ്ട്, ചുട്ട് പഴുത്തിരിക്കുക. സത്യം പറഞ്ഞ ആരെയാണ് വിളിച്ചുകൊണ്ടിരുന്നേ? അപ്പം പറഞ്ഞു പെണ്ണിനെ വിളിച്ചുകൊണ്ടിരുന്ന 3 മണിക്കൂറായി. 3 മണിക്കൂർ അവളോട് വർത്തമാനം പറയാൻ ഇവന് സബ്ജക്റ്റ് ഉണ്ടല്ലോ. ഇവർ തമ്മിൽ പറഞ്ഞ എന്താ? ഇപ്പം ഇസ്രായേലിലെ പ്രശ്നമാണോ? എന്തോ പറഞ്ഞുകൊണ്ടിരുന്നേ? കാനഡ ഇന്ത്യ നയതന്ത്ര ബന്ധം വഷളാകുന്നതിനെ കുറിച്ചാണോ? ഇവർ തമ്മിൽ എന്തോ പറഞ്ഞു. എന്തോ മക്കളെ പറഞ്ഞു? അല്ല, നിങ്ങൾ പ്രേമിച്ചപ്പോഴൊക്കെ എന്തായിരുന്നു പറഞ്ഞേ? എന്തായിരുന്നു? മണിക്കൂർ ഇന്ന് എന്ത് ചെയ്യുക? വർത്തമാനം. അതിന് സബ്ജക്റ്റ് ഉണ്ടേ. പക്ഷേ ആരോട് മിണ്ടാനില്ല, അപ്പനോട് മിണ്ടാനില്ല. പക്ഷേ ഒരു മോനുണ്ടായിരുന്നു, എന്നും രാത്രി ഇരുന്ന് അപ്പനോട് വർത്തമാനം പറയുക. ആ മോൻ്റെ പേരറിയാവോ? അങ്ങനെ ഒരു മോനുണ്ടായിരുന്നു. ആ മോൻ്റെ പേര് യേശു എന്നാണ്. എന്നും രാത്രി ആരെടുക്ക പോവും? അപ്പനെടുക്ക പോവും. നേരം വെളുക്കോളം എന്ത് ചെയ്യുക? വർത്തമാനം പറയുക. പോട്ടെ.
ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം ശരിയാകണം, സത്യം. പക്ഷേ സ്വന്തം അപ്പൻ ജീവിച്ചിരിക്കുന്നവരൊന്ന് കൈപൊക്കിക്ക്. സ്വന്തം അപ്പൻ സന്തോഷമല്ലേ? അപ്പൻ ജീവിച്ചിരിക്കുന്നവർ കൈപൊക്കിക്ക്. കൈപൊക്ക്. അപ്പൻ ചെറിയ കാര്യമാണോ? കൈ പൊക്കി പിടിച്ചോണ്ട് ഞാൻ പറഞ്ഞിട്ടേ താത്തിടാവും. ആ അപ്പനോട് 2 ആഴ്ചക്കകത്ത് 1 മണിക്കൂർ അറ്റ് എ ടൈമിൽ കത്തി വെച്ചവർ കൈ മാത്രം കൈ ഉയർത്തിപ്പിടിച്ച്. 2 ആഴ്ചക്കകത്ത് 1 മണിക്കൂർ സ്വന്തം അപ്പനോട് സിസ്റ്റർ കൈ പൊക്കിക്കോ, ധൈര്യമായിട്ട്, സന്തോഷ. കൈ കത്തി വെച്ചവർ 1, 2, 2, 3, 4, നല്ല കൈ 5, കൈയടി കൊടുത്തേ 6, കൈയടി കൊടുത്തേ. സ്വന്തം അപ്പനോട് 1 മണിക്കൂർ 2 ആഴ്ചക്കകത്ത് എന്തോ ചെയ്തു? വർത്താനം പറഞ്ഞു. നമുക്കെന്തില്ല? സബ്ജക്റ്റ് ഇല്ല. പക്ഷേ യേശുവിന് അപ്പനോട് പറയാൻ എന്തുണ്ടായിരുന്നു? സബ്ജക്റ്റ്. രാത്രി മുഴുവൻ ഇരുന്ന് എന്ത് ചെയ്തു? വർത്താനം പറഞ്ഞു. കണ്ടു പഠിക്കണം. ആരെ? യേശുവിനെ. വേറെ ആരെയും നോക്കണ്ട. ആരെ നോക്കിയാൽ മതി? യേശുവിനെ നോക്കിയാൽ മതി. ഇനിയും എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരമ്മയും മോനും കൂടെ എങ്ങനെയാണെന്നറിയാൻ യേശുവിനെ നോക്കിയാൽ മതി. നമ്മൾ ആദ്യം നമ്മുടെ ശരിയാക്കിയാലേ പിള്ളേർ ശരിയാകത്തുള്ളൂ. അമ്മയും മോനും തമ്മിലുള്ള ബന്ധം ലോകത്തിലെ വലിയൊരു ബന്ധം. അമ്മ മകന്, അല്ലേ? അമ്മയും മകനും തമ്മിലുള്ള ബന്ധം, അമ്മയും മക്കളും. അപ്പോൾ ഒരേ ഒരു മോനുണ്ടായിരുന്നു, ഒരു അമ്മ. മറ്റ് സഹോദരങ്ങളുണ്ടായെങ്കിലും ആ മോനെ വലിയ ഇഷ്ടമായിരുന്നു. അങ്ങനെ ആ മോനെ ചെറുപ്പത്തിലേ മരിക്കുക. ആ മരിക്കുന്നിടത്ത് അമ്മ നിപ്പുണ്ട്. അതുകൊണ്ടാണ് ക്രൂശിൻ്റെ മൊഴികൾക്ക് ഭയങ്കര പ്രാധാന്യം. സാധാരണ ക്രൂശിൽ കിടന്നവർ പ്രാഗ് അലക്കുകയൊക്കെ ചെയ്യും. പക്ഷേ ഈ മോൻ ക്രൂശിൽ കിടന്നുകൊണ്ട് എന്താ പറഞ്ഞേ? 7 മൊഴികളിലെ പരമപ്രധാനമായൊരു മൊഴി എന്തായിരുന്നു? ഇതാ നിൻ്റെ അമ്മ, ഇതാ നിൻ്റെ മകൻ. ഏറ്റവും ഒടുവിൽ അമ്മയെ യോഹന്നാനെ ഏൽപ്പിച്ചു. ഇതാ അർത്ഥം. യോഹന്നാനോട് പറയുക, എടാ എൻ്റെ അമ്മയാടാ, ഞാനങ്ങ് പോവാടാ, ഞാൻ പൊക്കോട്ടെ, നീ എൻ്റെ അമ്മയെ എന്ത് ചെയ്യാമോ, നോക്കാമോ? അമ്മയെ യോഹന്നാനെ ഏൽപ്പിച്ചു. 2 സംഭവങ്ങൾ മനസ്സിലോട്ട് വരുന്നുണ്ട്. ഒന്ന്, ഒരു തമിഴ്നാട് സ്വദേശിയായ ഒരു സഹോദരൻ ഞങ്ങളുടെ നാട്ടിൽ കോൺട്രാക്ടറാണ്. അദ്ദേഹത്തിൻ്റെ അമ്മ മരിച്ചു എന്ന് കേട്ടു. ഞാനും അദ്ദേഹത്തിൻ്റെ സങ്കടം കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, ഒറ്റ മോനേ ഉള്ളൂ, ഞാനും വരാം. ഞങ്ങൾ 2 കൂടെ അങ്ങ് നാഗർകോവിലിൻ്റെ കൂട്ട് പോവുക. രാത്രിയാണ്. പോകുന്ന വഴിക്കല്ല എവിടായെന്ന് ഫോണൊക്കെ വരുന്നുണ്ട്. കുറേ നാൾക്ക് മുമ്പാണ്. അവിടെ ചെന്നപ്പം ആൾക്കാരെല്ലാം നിൽക്കുന്നു, മരിച്ച വീട്. പക്ഷേ ഞങ്ങൾ വണ്ടിയെ ചെന്ന് ഇറങ്ങിയപ്പം ഒരാൾ ഓടി വന്നിട്ട് പറഞ്ഞു, പെട്ടെന്ന് അല്ലേ, നിൻ്റെ അമ്മ നോക്കിക്കിടക്കുക, മരിച്ചില്ലേ, നോക്കിക്കിടക്കാന്ന്. ഞാൻ ചെന്നപ്പോൾ അന്തം വിട്ടുപോയി. വെള്ളം വിരിച്ചിട്ടേക്ക് അമ്മയെ. എല്ലാവരും ഇരുന്ന് പാട്ട് പാടുക. മരിച്ചെന്നാണ് ഓർക്കുന്ന ഒറ്റ ഓട്ടത്തിൽ. പക്ഷേ സൂക്ഷിച്ച് നോക്കിയപ്പം തൊണ്ടക്കുഴി അനക്കമുണ്ട്. ഞാൻ എൻ്റെ കണ്ണിനൊരു കാഴ്ച കണ്ടു. ഈ മോൻ മുട്ടുകുത്തിയിരുന്നിങ്ങനെ അമ്മയെ കെട്ടിപ്പിടിച്ച് അമ്മയുടെ തലയ്ക്ക് അമ്മ 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 എന്ന് വിളിച്ചു. എന്നിട്ട് അവിടെ ചെവി പറഞ്ഞ്, അമ്മ അപ്പനെ ഞാൻ നോക്കിക്കോളാം, ഞാൻ കൊണ്ടുപോയിക്കോളാം. ഞാൻ എൻ്റെ കണ്ണിനൊരു കാഴ്ച കണ്ടു. അമ്മ കണ്ണ് തുറന്നു, അവനെ നോക്കി. 2 തുള്ളി കണ്ണീര് ടപ്പെ അടച്ചു. ഈ അമ്മ ആരെ നോക്കി കിടക്കുക? മോനെ നോക്കിക്കിടക്കുക. അമ്മയെ നോക്കിക്കിടന്ന മോനെ നോക്കിക്കിടന്ന അമ്മ. വായനെ കിട്ടിയൊരു സംഭവമുണ്ട്. ഒരു കുഞ്ഞ് മെഡിക്കൽ കോളേജിലാണ്. ഉമ്മയ്ക്ക് കാവല് നിൽക്കുക, കൂടെ നിൽക്കുക. കൊച്ചു കുഞ്ഞ ഫ്രീ കഞ്ഞി, പാവങ്ങളാണ്. കഞ്ഞി മേടിക്കാൻ ചോറ്റുപാത്രമായിട്ട് മെഡിക്കൽ കോളേജിൻ്റെ തിരക്കുള്ള വഴി ക്രോസ് ചെയ്ത് കുഞ്ഞിങ്ങനെ പോയപ്പം ഒരു വണ്ടി ഇടിച്ച് അവൻ തെറിച്ചുപോയി. ആരോ കോരിയെടുത്ത് അവനെ മടി വെച്ചു. അവസാനത്തെ വാക്കിതായിരുന്നെന്ന്. അപ്പോഴും അവൻ്റെ കൈ ചോറ്റുപാത്രമുണ്ട്, മുറുകെ പിടിച്ചേക്കുക. പോയില്ല. ഉമ്മയ്ക്കാരാ കഞ്ഞി മേടിച്ച് കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് അവൻ കണ്ണടച്ചെന്ന്. അപ്പം ഏറ്റവും ഒടുവിൽ അമ്മയെ ഓർത്തൊരു മോനുണ്ട്. പേരെന്താ? യേശു. ഏറ്റവും ഒടുവിൽ ആരെ ഓർത്തു? അമ്മേ. ഇത് പറഞ്ഞിട്ട് പറഞ്ഞു, ടെറ്റലെസ്റ്റായി, സകലതും എന്തായി? നിവൃത്തിയായി. എന്നെ ശ്രദ്ധിച്ച് ഞാൻ വേഗത്തിൽ അവസാനിപ്പിക്കാം. ആരെ നോക്കണം? യേശുവിനെ നോക്കണം, അല്ലേ? ആരെ നോക്കണം? യേശുവിനെ നോക്കണം. ഒരു സംഭവം കൂടെ പറയണ്ടേ? പറയാം. അമ്മ, എൻ്റെ അടുക്കൽ ഒരു അമ്മ വന്നു. പക്ഷേ ഓക്കെ, 10 മിനിറ്റ് ഗ്രേസ് പീരീഡാണേ. ഇനി ആരും അങ്ങോട്ട് നോക്കണ്ട, എന്നെ നോക്കിയാൽ മതി. എല്ലാം പാസ്റ്റർ പറഞ്ഞല്ല, ഉചിതവും ചന്തവുമായി അല്ലേ തീരും. അപ്പം ഒരമ്മ എന്നെ തേടി വന്നു കേട്ടോ. അമ്മ വന്ന ഇതാണ്. അമ്മയ്ക്ക് ഒരു മോൻ. അപ്പോൾ ഈ മോനുമായിട്ട് ഒരു ചെറിയ പ്രശ്നം ഉണ്ടായത് എന്നാന്ന് ചോദിച്ചാൽ വസ്തുതർക്കമാണ്. ഏതാണ്ട് തേക്കും മരവുമായിട്ടുള്ള വിഷയമാണ്. ചുരുക്കത്തിൽ മോൻ്റെ അനുവാദമില്ലാതെ അയ്യത്തൂന്ന് എന്തോ വെട്ടി വിറ്റതിൻ്റെ പ്രശ്നത്തിൽ മോൻ കേസ് കൊടുത്തു. അങ്ങനെ പ്രശ്നമായി. നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ മോൻ അമ്മയെ തേടി വരുന്നില്ല, അമ്മയെ കാണാൻ വരുന്നില്ല. അമ്മയുടെ കണ്ണിന് ക്യാൻസറായി. അമ്മയുടെ കണ്ണിൻ്റെ കാഴ്ച കുറയുക. ഏത് നിമിഷവും അത് തീരും. ഈ അമ്മ എന്നെ തേടി വന്നു. എന്നിട്ട് അമ്മ എന്നോട് പറഞ്ഞു, പ്രിൻസിപ്പനെ, എൻ്റെ മോൻ ഞാൻ മരിക്കുന്നതിൻ്റെ തലേ രാത്രി വരെ വന്നാൽ ഇത് അസാധു. വരാതിരിക്കുകയും, ശ്രദ്ധിക്കണം, വരാതെ ഇരിക്കുകയും, ഒന്നുകൂടെ പറഞ്ഞേ, വരാതെ ഇരിക്കുകയും ഞാൻ മരിക്കുകയും ചെയ്താൽ ഞാൻ ചത്തിട്ട്
എന്നെ കാണാൻ വന്ന് വലിയ ആളായി നിന്നാൽ എൻ്റെ ശവത്തെ തുടിപ്പിക്കല്ലേ. അഥവാ അവൻ ബലം പിടിച്ച് തൊടാനെടുത്താൽ അവനെ തള്ളി മാറ്റാൻ ഗുണ്ടകളെ നിർത്തണം. ഗുണ്ടയ്ക്ക് കൊടുക്കാൻ എൻ്റെ ഈ പൈസ തന്നു. ആ അമ്മച്ചി അന്നേരം ആവശ്യം വന്ന, ഇല്ലെങ്കിൽ എന്തോ വേണം പ്രിൻസ് ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ ഈ ഉപദേശി ദശാംശവും സ്വത്രാഴ്ചയും മാത്രമല്ല മേടിച്ചിട്ടുള്ളത്, ഗുണ്ടയ്ക്കുള്ള പൈസ മേടിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അനുഭവം ഉണ്ടോ? എവിടെ ഗുണ്ടെന്നൊക്കെ കേട്ടാൽ ഇവർ താഴെ പോകും. നമ്മൾ ഗുണ്ടയ്ക്കുള്ള പൈസ മേടിച്ചു. ഞാൻ പറഞ്ഞു, അമ്മച്ചി നിൽക്ക്, അന്നൊരു ഗുണ്ടയാണെങ്കിൽ ഞങ്ങൾ ആയിക്കോളാം, അതൊന്നും വരത്തില്ല. പക്ഷേ അമ്മച്ചിയുടെ ഞാൻ പലവട്ടം വിളിച്ചു, പലരും വിളിച്ചു, വന്നില്ല. അമ്മച്ചിയുടെ കണ്ണിൻ്റെ കാഴ്ച പോയി. ഓരോ കാൽപ്പെരുമാറ്റം കേൾക്കുമ്പോഴും അമ്മച്ചി ചോദിക്കാൻ തുടങ്ങി, മോനാണോ മോനാണോ മോനാണോ. ഏറ്റവും ഒടുവിൽ എൻ്റെ മോൻ അപ്പു എന്നിട്ട് പറഞ്ഞു, അമ്മച്ചിയുടെ മോനാ. പോടാ, നീ പ്രിൻസിൻ്റെ മോനാ. എൻ്റെ മോൻ്റെ സൗണ്ട് അറിയാം. അമ്മച്ചിയെ മോനെ കാണാതെ അമ്മച്ചി മരിച്ചു. ബോഡി എടുത്ത് വെച്ചപ്പം താണ്ടി വരുന്ന എല്ലാവരും എൻ്റെ പെരുവിരലേന്നൊരു പെരുപ്പ് കയറി. അപ്പോഴാണ് ഈ ഭാര്യമാരുടെ പ്രയോജനം. എൻ്റെ ഭാര്യ കണ്ട് പറഞ്ഞു, കഷ്ടപ്പെട്ട് ഞാൻ നിങ്ങളെ ഓർത്താ ഇവിടെ നിൽക്കുന്നത്. ഈ മനുഷ്യനുമായിട്ട് വല്ല വഴക്കുണ്ടാക്കിയെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിൽ പോയി ഞാൻ പറഞ്ഞേക്കാം കേട്ടോ. അവളുമാർ ചില സമയത്തൊരു പിടി പിടിക്കും, അതൊരു 1.5 പിടിക്കണം. കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഞാൻ ചോദിച്ചു, അമ്മീന് എന്തോ പറയണം? കൊരിന്ത്യലേഖനം 15-ാം അധ്യായത്തിലെ കാര്യം മാത്രം പ്രസംഗിച്ചാൽ മതി. എന്നാലും അങ്ങനെ ഞാനന്നൊരു പ്രസംഗം പ്രസംഗിച്ചു. ഭയങ്കര പ്രസംഗമായിരുന്നു കേട്ടോ. അത് പിന്നെ അവിടെ ഇന്ന് ഹിന്ദുക്കൾ എന്നോട് പറഞ്ഞു, ഹൈന്ദവ സഹോദരങ്ങൾ. ഞാൻ പറഞ്ഞു, എല്ലാ മലയാളിയും പാട്ട് പാടും. ഇവർ മാത്രമല്ല, എന്നോ നല്ല പാട്ടായിരുന്നു. ആരാധന ഉമ്മയ്ക്ക് ആ 8 പ്രാവശ്യമൊക്കെ അത് എടുത്ത് പാടിയപ്പോൾ എന്തൊരു സാന്നിധ്യമായിരുന്നു. പക്ഷേ കുഞ്ഞെ, എല്ലാ മലയാളിയും പാട്ട് പാടും. എപ്പോഴാണെന്നറിയാമോ? ഓൾ മലയാളീസ് ആർ ഗുഡ് ബാത്റൂം സിംഗേഴ്സ്. കുളിക്കുമ്പോൾ എന്തോ വരും? പാട്ട് വരും. കുളിക്കുമ്പോൾ എപ്പോഴാണ് പാട്ട് വരുന്നേ? വെള്ളം ഇങ്ങനെ കോരി ഒഴിച്ചിട്ട് ആദ്യം സോപ്പിടുന്നത് എങ്ങോട്ടാ? പുക്കളയില്ല. തന്നെ ഇങ്ങനെ ഇരുന്ന് അടയ്ക്കത്തില്ല. ഇങ്ങനെ ഇരുന്ന് ഉരയ്ക്കുമ്പം ആരെ ഓർക്കാനാ? അമ്മയെ ഓർക്കാനാ. 9 മാസം അമ്മയോടുമായിട്ടൊരു കേബിൾ വയർ ഇട്ടിരുന്നു. അതാണ് എന്ത്? പുക്കൊടി. ഈ അമ്മയെ ഓർക്കാനാ. അമ്മയെ ഓർക്കാനാ. അമ്മയെ കാത്തു കിടന്ന, അമ്മയെ കാണാതെ പോയ ഒരു മകൻ്റെ ചരിത്രം. പ്രിയരെ, പക്ഷേ എനിക്ക് വേറൊരു അനുഭവം ഉണ്ടായി. കുറേ നാൾ കഴിഞ്ഞ് ഞാൻ ആ സ്ഥലത്തൂടെ വരുമ്പോൾ റോഡ് ബ്ലോക്കാണ്, റാന്നിയില. ഞാൻ ഇറങ്ങി വണ്ടി ഓടിക്കുന്ന ഒരു സഹോദരനുണ്ട്. ഞാൻ പറഞ്ഞു, ഞാൻ നടക്കട്ടെ. നടന്നപ്പോൾ എന്നെ കണ്ടുകൊണ്ട് ഒരു നായർ സഹോദരൻ വിളിച്ചു. അദ്ദേഹം ഹൈന്ദവനാ, എനിക്കറിയാം, നല്ല അറിയാം, റാന്നിക്കാരാ. എടോ പ്രിൻസ്, നീ അവിടെ നിന്ന്, നീ ഇപ്പം പാർസലല്ലേ? ഞാൻ അന്നവിടെ ഉണ്ടായിരുന്നു. എന്താ? ആ അടക്കത്തിന് ഞാനുണ്ടായിരുന്നു. എട്ടാ, നിനക്കറിയോ ഞാൻ നിന്നെ എന്താ വിളിക്കണ്ടേ? പാർസയെന്ന് വിളിക്കണോ പ്രിൻസ്? ഞാൻ പറഞ്ഞു, നീ പ്രിൻസെന്ന് വിളിച്ചാൽ മതി, പഴയ ആളൊക്കെ. എടാ, എന്നെ അങ്ങ് അത്ഭുതം. ഞാൻ കരഞ്ഞുപോയി. എന്നാ കാര്യം? എനിക്കും ഇതുപോലെ അനുഭവമുണ്ട്. അമ്മ ഒറ്റയ്ക്കായിരുന്നു. ഞാനൊരു മോനേ ഉള്ളൂ, സൗദിയിലായിരുന്നു. അപ്പോൾ അമ്മയ്ക്ക് അസുഖം കൂടിയേ. എടാ, ഞാനിങ്ങ് പോന്നടാ, ജോലിയെല്ലാം കളഞ്ഞു. അവർ അവധി എടുത്തത്, ഞാൻ ജോലി കളഞ്ഞിട്ട് ഞാനിങ്ങ് പോന്നു. അമ്മയെ കണ്ടു. അന്ന് രാത്രി അമ്മയുടെ കൂടെ ഇരുന്ന് വെളുപ്പിനെ അമ്മ മരിച്ചുപോയി. പക്ഷേ നിൻ്റെ പ്രസംഗം കേട്ടപ്പോൾ തൊട്ട് എനിക്ക് ഭയങ്കര സങ്കടം. ഞാൻ ചോദിച്ചു, അതിന് നല്ല കാര്യമല്ലേ? അല്ലടാ, നീ ഒരു നോക്കിയിരിക്കുന്ന കാര്യം പറഞ്ഞില്ലേ? അപ്പം ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ അമ്മ ഇപ്പോഴും എന്നെ നോക്കി നോക്കി ചാകാതിരിക്കത്തില്ലായിരുന്നു. അപ്പം ഞാൻ വന്നോണ്ടല്ലേ ചത്ത. അത്രയും ബോധം ആർക്കുണ്ടായി? പ്രിയരെ, ഒരമ്മയും മോനും തമ്മിലുള്ള ബന്ധം അറിയാൻ ആരെ നോക്കിയാൽ മതി? യേശുവിനെ. സ്വന്തം അമ്മയെ ഏൽപ്പിച്ച മോൻ. ജീവിതത്തിൻ്റെ ഭാഗ്യമൊക്കെ അതാ. പൈസയല്ല, സ്വന്തം അമ്മയെ. അത് ഇരുവരുടെ അമ്മമാർ പ്രാധാന്യമാണ്. നിൻ്റെ അമ്മ എൻ്റെ അമ്മയല്ല, പിന്നെ ആരുടേതാ? ഇല്ല, പിന്നെ എന്തേ ഉള്ളൂ? കുടുംബത്തിൽ നിൻ്റെ അമ്മയും നിൻ്റെ വീട്ടുകാരും അല്ല. ഈ എല്ലാവരും പറഞ്ഞോളൂ, നിൻ്റെ വീട്ടുകാരങ്ങ് മോശമാണ്. ആരുടെ? നിൻ്റെ. നമ്മുടെ എന്തോന്നാ നീ പറയുന്നേ? അല്ലാണ്ട് നിൻ്റെ അങ്ങ് വേറും കൂതറ. നമ്മുടെ അങ്ങ് വലിയ ഏതാണ്ടാന്നാ. അങ്ങനൊന്നും പറയല്ലേ. ഈ വലിയ വീട്ടുകാരെന്നൊക്കെ പറയുന്നത് എന്നറിയാം, നമ്മുടെ അച്ഛൻ ആരാണ്ടെ തല്ലിയിട്ടുണ്ടെന്ന്. അപ്പച്ചൻ ആമ്പിള്ളേരില്ലായിരുന്നു. ഞങ്ങളുടെ നാട്ടിൽ ഒരു മനുഷ്യൻ കുറേ നാൾക്ക് മുമ്പ് ഭയങ്കര ഇരട്ടച്ചങ്കൻ എന്നൊക്കെ പറയുന്നത്, കത്തിയൊക്കെ ഊരിയുന്നു. ആരണ്ടോ വാടാന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. പെരുമ്പഴ ടൗണിലാണ്. എല്ലാവരും പേടിച്ച് നിൽക്കുക. ഒരു പീക്കിരി ചെറുക്കന് കുറേ നേരം ആയപ്പോൾ അവനങ്ങ് കയറി ചെന്നു. എന്നാൽ കാണിക്കണമെന്ന് പറഞ്ഞു. പുള്ളി അവനെ പിടിച്ച് ചേർത്തിട്ട് പറഞ്ഞു, ഞങ്ങളെ തല്ലാൻ ആരുണ്ടാന്ന്. ഇത്രയൊക്കെ ഉള്ളന്നേ ഇവൻ്റെയൊക്കെ. അപ്പം എന്തോന്ന് കുടുംബമാണ്? എന്നെ കുടുംബമാണ്. തമ്പുരാൻ തന്ന മാന്യതയേ ഉള്ളൂ. ആണോ? അതുകൊണ്ട് എൻ്റെ നിൻ്റെ ഇല്ല, പിന്നെ എന്തേ ഉള്ളൂ? നമ്മുടെ ഉള്ളൂ. നിൻ്റെ അമ്മയല്ല, എൻ്റെ അപ്പനും അല്ല, നമ്മുടെ അപ്പൻ, നമ്മുടെ അമ്മ. അപ്പം അപ്പനും മക്കളും തമ്മിലുള്ള ബന്ധം അറിയാൻ അമ്മയുമായിട്ടുള്ള യേശുവിനെ വീണ്ടും പറയട്ടെ, പിള്ളേരെ വളർത്തേണ്ട എങ്ങനെയാ? ഇന്നത്തെ പിള്ളേരെ വളർത്താൻ പാടാ. നമ്മളെ ഇഷ്ടം പോലെ തല്ലിയിട്ടുണ്ട്. ഉണ്ടോ? അപ്പൻ്റെ ക്രെഡിറ്റ് എന്തായിരുന്നു? എൻ്റെ അപ്പം പറയാണ്, കല്യാണം കഴിച്ചു കഴിഞ്ഞ് ഞാൻ അവനെ അടിച്ചു. ഒന്നും ക്രെഡിറ്റില്ല പുള്ളി പറയുന്നറിയാം.
കല്യാണം കഴിച്ചു കഴിഞ്ഞ് ഞാൻ അവനെ അടിച്ചു. ഒരു വട്ടം എൻ്റെ മോളെ അടിക്കാൻ പിടിച്ചപ്പോൾ എന്നോട് പറഞ്ഞ് അടിക്കരുത്. എന്നെയാണ് ഉരുട്ടിയിട്ട് അടിക്കുമായിരുന്നു, കെട്ടിയിട്ട് അടിക്കുമായിരുന്നു. നിക്കർ ഊരി എണ്ണ പുരട്ടി ശാസ്ത്രീയമായിട്ടായിരുന്നു അടിക്കുന്നത്. എണ്ണ ചൂടാക്കി പുരട്ടി വടിയൊക്കെ അത് നമ്മളെ ഇങ്ങനെ കാണിച്ച് എന്നും അട്ടിയൊക്കെ അടിക്കുക. അപ്പോൾ എൻ്റെ മോളെ അടിക്കാൻ പിടിച്ചപ്പം പറഞ്ഞ് അടിക്കരുത്, എനിക്കങ്ങ് ടെൻഷൻ വരും. ടെൻഷൻ വരും അല്ലേ? അപ്പം ഞാൻ പറഞ്ഞൊരു കാര്യം, ഞാൻ ദൂരെ ഇട്ട് അടിച്ചോളാം. എടാ അങ്ങനെയല്ല, അടിക്കരുത്. ഞാൻ പറഞ്ഞു എൻ്റെ കൊച്ചാണ്, ഞാൻ അടിക്കും. ഞാൻ കൊച്ചിനൊരു അടി വെച്ച് കൊടുത്തു. അപ്പം പുറകിൽ നിന്ന് ചെവുക്കൽ തീർത്തൊരടി എനിക്കിട്ട്. എന്നിട്ട് പറയാ, നിൻ്റെ കൊച്ചിനെ നീ അടിച്ചപ്പോൾ ഒത്തിരി നാളായില്ലേ ഒന്ന് നോക്കിയാണ്. അപ്പം നമ്മുടെ അപ്പന്മാരൊക്കെ ഇഷ്ടം പോലെ അടിച്ചു. പക്ഷെ നമുക്ക് ഇച്ചിരി കഴിഞ്ഞപ്പോൾ അത് ഓർത്ത് വെച്ചോ, ഇപ്പോഴത്തേനൊന്ന് പറഞ്ഞ് 30ാമത്തെ വയസ്സിൽ കൗൺസിൽ ചെയ്യുമ്പോൾ പറയും ഇന്നർ വൂണ്ടാണ്. അതെല്ലാം ക്യാരി ഓൺ ചെയ്തേക്കുക. ഭയങ്കര പ്രശ്നമാണ്. നമ്മളെ അടിച്ചത് വല്ലതും പ്രശ്നമായോ? ഒരു പ്രശ്നമായില്ല. അപ്പോൾ ഇന്നത്തെ അടിക്കാനും ഒക്കത്തില്ല, സ്നേഹിക്കാനും ഒക്കത്തില്ല. എങ്ങനെ വളർത്തും അറിയത്തില്ല, ആർക്കും അറിയത്തില്ല. ഒരു കൗൺസിലർക്കും പറയുന്ന പോലെ ഒന്നും ഇത് ശരിയാക്കാൻ ഒക്കത്തില്ല. പ്രത്യേകിച്ച് കോവിഡാനന്തരം എന്തോ ചെയ്യും? ഇവിടെ യേശുവിനെ നോക്കിയാൽ മതി. കുറേ പിള്ളേരെ കൊണ്ടായിരുന്നു, വഴിതെറ്റിപ്പോയി. നേരം വെളുത്തപ്പം താണ്ട് വന്ന് കയറിയേക്കുക. എല്ലാം കൂടെ ഒന്നുമില്ലാതെ വന്ന് കിടന്ന് എന്ന് പറഞ്ഞാൽ പഠിക്കാൻ പോയി. യൂണിവേഴ്സിറ്റിയില്ല, 60 പേപ്പറിൽ 30 കിട്ടി, 30 അരിയറുമായിട്ട് താണ്ട് വന്ന് നിൽക്കുന്നു. നമ്മുടെ അപ്പനാണെ എന്തോ പറഞ്ഞേനെ, എൻ്റെ അപ്പനാണെ പറഞ്ഞേനെ, മോനെ പോയി കഴിക്ക്, തടി കുറയ്ക്കരുത്. ഇപ്പോഴും ചിലവിന് തരുന്ന ആരാ? ഞാനാ. പക്ഷേ ഈ അപ്പം പറഞ്ഞ എന്നാ, കുഞ്ഞേ എന്നിട്ട് തീക്കനൽ വെച്ച് കൊടുത്തു. തീക്കനൽ കണ്ടപ്പോൾ അവൻ്റെ ഉള്ളു പൊള്ളി പത്രോസിൻ്റെ. കാരണം ഒരു തീക്കനൽ ഇരുന്നപ്പോഴാണ് 3 പ്രാവശ്യം പറഞ്ഞത്, ഇവനെ ഞാൻ എന്ത് ചെയ്യുന്നില്ല, അറിയുന്നില്ല. ഓരോ വട്ടം ചോദിച്ചു, സ്നേഹമുണ്ടോ? ഉണ്ട് കർത്താവേ. പിന്നെ പറിച്ചെറിഞ്ഞാലും പോത്തില്ല. ശിഷ്യന്മാരെ രൂപാന്തരപ്പെടുത്തിയത് ക്രിസ്തുവിൻ്റെ എന്താ? സ്നേഹമാണ്. എത്ര ഒതറിപ്പോയവനെയും സ്നേഹം കൊണ്ട് രൂപാന്തരപ്പെടുത്തുന്ന ഒരു പിതൃസ്നേഹത്തെ ശക്തി അറിയാൻ ആരെ നോക്കിയാൽ മതി? അപ്പനെ നോക്കിയാൽ മതി, ക്രിസ്തുവിനെ നോക്കിയാൽ മതി. മക്കളെ, ക്രിസ്തു സ്നേഹിച്ചതുപോലെ ഭർത്താക്കന്മാരെ, ഭാര്യമാരെ എന്ത് ചെയ്യണം? സ്നേഹിക്കണം. എന്താണെന്നറിയാമോ? ഭാര്യാഭർത്തൃ ബന്ധത്തിൻ്റെ ഏറ്റവും വലിയ കഴിവും ശക്തിയും പറയാതെ അറിയണം. പറയാതെ എന്ത് ചെയ്യണം? അറിയണം. പറയാതെ അറിയണം. നിർത്തി. പറഞ്ഞ എന്തെന്നറിയാമോ? 10 മിനിറ്റ് കൂടെ എടുത്തോളാനാ പറഞ്ഞേ, പേടിക്കണ്ട. അങ്ങനെയാണ് അങ്ങാടി അരമന രഹസ്യം അങ്ങാടി പാട്ടായെന്ന് പറയുന്നത് ഇങ്ങനെയാണ്, കണ്ടോ? അപ്പം 10 മിനിറ്റ് കൂടെ എടുത്തോളാൻ പറഞ്ഞത് കൊണ്ട് ഞാൻ സമയം ഭർത്താവും എങ്ങനെയാണെന്ന് അറിയാൻ ആരെ നോക്കിയാൽ മതി? യേശുവിനെ നോക്കിയാൽ മതി. ഭർത്താക്കന്മാരെ, നിങ്ങളുടെ ഭാര്യമാരെ എന്ത് ചെയ്യണം? ഇന്ന് വേറെ ആരെയും നോക്കണ്ട, ഭാര്യമാരെ സ്നേഹിക്കണം. ഈ ആര് സ്നേഹിച്ചതുപോലെ യേശു. എനിക്കത് പറയാൻ 1000 നാവാ. ഈ ഭർത്താവും ഭാര്യയാണെങ്കിൽ പറയാതെ അറിയണം. നിൻ്റെ മുഖത്തന്നെ അടി ഒരു പ്രയാസം, അല്ലെ ഭർത്താവ് കയറി വന്നപ്പം ചോദിക്കണം എന്തോ പറ്റി? ഒന്നുമില്ല. ഈ ഭർത്താക്കന്മാർക്കൊരു പ്രശ്നമുണ്ട്. ഭർത്താക്കന്മാർക്ക് ടെൻഷൻ അടിച്ചാൽ പറയാൻ തോന്നുമോ? മിണ്ടാതിരിക്കുമോ? സ്വാഭാവികമായി പറഞ്ഞേ മിണ്ടായിരിക്കും. അങ്ങനെയാണോ? സഹോദരിമാരാണല്ലോ, അവർക്കാണല്ലോ പറഞ്ഞുകൊണ്ടേയിരിക്കണം. ഞങ്ങൾ ഇന്ന് ഓഫീസിൽ ചെന്നപ്പോൾ അവിടെ ഒരു ഫിലിപ്പീനി പെണ്ണുമ്പിള്ള ഉണ്ടായിരുന്നു. വെച്ചാ ദുബൈയിലൊക്കെ ഫിലിപ്പീനിയാണ് പെണ്ണുമ്പിള്ള ഉണ്ടല്ലോ. അതെന്തോ നമ്മളിപ്പോൾ എന്തോ ചെയ്യാനാണ് ഇങ്ങനെ. എന്നാലും അതെല്ലാം എന്ത് ചെയ്യണം? കേൾക്കണേ. അപ്പം ഭർത്താവ് അന്നേ മിണ്ടത്തില്ല, ഭാര്യയാണ് എന്ത് ചെയ്യണം? മിണ്ടിക്കൊണ്ടിരിക്കണം. ഭാര്യ പറഞ്ഞു തീർക്കും, ഭർത്താവ് മിണ്ടാതിരുന്ന് കേൾക്കും. അതൊരു സൈക്കോളജിയാണ്. ഇങ്ങനെയൊക്കെയാണ് കർത്താവ് ചേർത്ത് പിടിച്ചേക്കുന്നത്, അല്ലേ? കാരണം നിങ്ങളെപ്പോഴും ഓർത്താൽ മതി, ഭർത്താവ് മിണ്ടത്തില്ലെങ്കിൽ ഭാര്യ എന്തു ചെയ്യും? മിണ്ടും. ഭാര്യ മിണ്ടുകയാണെങ്കിൽ, മിണ്ടത്തില്ലെങ്കിൽ ഭർത്താവ് മിണ്ടും. എന്തിനാന്ന് ചോദിച്ചാൽ 2 പേരും കൂടെ മിണ്ടിയാൽ അതിൻ്റെ പേരെന്നാണെന്നറിയാമോ? 2 പേരും കൂടെ അലയ്ക്കുന്ന സ്ഥലം എന്താ? 2 പേരും കൂടെ അലയ്ക്കരുത് എങ്ങും. ഒരാൾ അലയ്ക്കുമ്പോൾ മറ്റാൾ അലയ്ക്കല്ലേ. 2 പേരും അലയ്ക്കുന്ന ഒറ്റ സ്ഥലമേ ഉള്ളൂ, ചന്തയാണ്. ചന്ത എല്ലാവരും എന്തു ചെയ്യും? ലൈവ് പോകുന്ന, ഇല്ലേ ഞാൻ തമാശ പറയായിരുന്നു. ലൈഫ് പോവായതുകൊണ്ട് ഇത് സീനിയർ പിള്ളേരൊന്നും ഇല്ലല്ലോ, ഉണ്ടോ? സീനിയർ ചന്തയിൽ എപ്പോഴും എന്താ? അങ്ങ് ആലയാ, അല്ലേ? കച്ചവടം. ഒരാൾ ഞങ്ങളുടെ നാട്ടിൽ പണ്ട് ബസ്സേ കയറിയ 2 ബസ്സേൽ. അപ്പം ഫ്രണ്ടിൽ ഒരാൾ പേന വിൽക്കുക, റിനോൾഡിൻ്റെ പേനയാണ്. അയാൾ പറഞ്ഞു നല്ല പേന, എഴുതാൻ പറ്റിയ പേന, പരീക്ഷ എഴുതാൻ പറ്റിയ പേന. പുറയിലുള്ളവർ കയറി എന്താണെന്നറിയാമോ? സേഫ്റ്റി പിന്നും മഗ്ഗുമായിട്ട്.
അയാൾ പറഞ്ഞു നല്ല പേന, എഴുതാൻ പറ്റിയ പേന. പുറകെ നിന്നുകൊണ്ട് അയാൾ പറഞ്ഞു പിന്നെ കോപ്പ. ഇതൊന്നും വീട്ടിൽ പോയി പറയല്ലേ, ഇപ്പം ഞാൻ പറഞ്ഞേക്കാം കേട്ടോ, വിവരം അറിയും. പറയത്തില്ല, പോട്ടെ, ഡിലീറ്റ് ചെയ്തേര്. അപ്പോൾ ഇതിൻ്റെ പേരെന്താ? ആരും മിണ്ടിയില്ല, ഗതികേടാ. ആരും മിണ്ടാത്ത സ്ഥലമുണ്ട്. എവിടാ? ശവക്കല്ലറ. അവിടെ മിണ്ടൽ കേട്ടാലോ. ഞങ്ങളുടെ കൂടെ നടന്നൊരു ചെറുപ്പക്കാരൻ ഭയങ്കര നല്ല, അവസാനം രക്ഷിക്കപ്പെട്ടു, വീണ്ടും പിന്മാറിപ്പോയി. പിന്നെ കുടിയും പെടയും കഞ്ചാവും ഒക്കെ ആയെന്നാണ് പറയുക. സെമിത്തേരിയിലായിരുന്നു താമസം. വെളുപ്പിനെ ഒരാൾ, വലിയ സെമിത്തേരിയാണ്, ഒരാൾ സെമിത്തേരി കൂടെ കയറിപ്പോയപ്പം പുള്ളി ഈ സെമിത്തേരിയുടെ പുറത്തിരിക്കുക. പോയ ആൾ പെതുക്കെ ചോദിച്ചു ആരാ? ഈ പുള്ളി പറഞ്ഞു ഓ അകത്ത് ചൂടായ. ഞാനൊന്ന് പുറത്തോട്ടിറങ്ങി. അന്നേരമേ ആ ആള് ഫ്ലാറ്റായിപ്പോയി. ഞങ്ങളുടെ അവിടെ ഒരു സെമിത്തേരിയിൽ ഈ കോവിഡിൻ്റെ സമയത്ത് ശ്മശാന മൂകതയല്ലേ, കോവിഡിൽ ആരും മിണ്ടുന്നില്ല. അപ്പോൾ ഒരു പഞ്ചായത്ത് സെമിത്തേരി ഉണ്ട്. അതുവഴി പോകുന്നവരെല്ലാം ഒരു ശബ്ദം കേൾക്കുക, ആരെയും വിളിക്കുക, ഇത് വിളിക്കുക. എല്ലാവരും മരിച്ചുപോയ ജെയിംസ് മാസ്റ്ററുണ്ട്, പുള്ളി ഭയങ്കര വരും. പക്ഷേ ഈ പറയാതറിയണം, ചോദിക്കാതെ നിൻ്റെ പങ്കാളിയുടെ പ്രശ്നം എന്താണെന്ന് അറിയണമെങ്കിൽ അതാണ് യഥാർത്ഥ കുടുംബജീവിതം. പറയാതറിയണം. ഇങ്ങനെ യേശുവുണ്ട്, പറയാതറിയുമോ? എൻ്റെ ഒരു അനുഭവം പറയാം. ഞാൻ ഈ ക്രിസ്തുവുമായിട്ട് പ്രണയത്തിലായിട്ട് കുറേ നാളായി. അടുത്ത നാളായിട്ട് ഭയങ്കര സ്നേഹമായി. ക്രിസ്തുവുമായിട്ട് നമുക്കങ്ങ് പ്രണയമാകണം. എല്ലാം പറയാം, വർത്താനം പറയാം. രണ്ടനുഭവങ്ങൾ. ഒന്ന് പ്രളയവുമായിട്ട് ബന്ധപ്പെട്ട്, രണ്ട് കോവിഡിൻ്റെ സമയം കഴിഞ്ഞ്. ഇത് റീസെൻ്റാണ്. കോവിഡിൻ്റെ സമയം കഴിഞ്ഞു. പവർ വിഷൻ്റെയൊക്കെ ശുശ്രൂഷകൾ അർദ്ധരാത്രി പല സമയത്താണ് വരിക. ഞങ്ങൾക്ക് എന്തും രാത്രി പ്രാർത്ഥനയുണ്ട്. ഞാൻ വരുമ്പോൾ പ്രാർത്ഥന നടക്കുക. എല്ലാവരും പോയി. 1:30 ആയപ്പോഴാണ് വീട്ടിൽ നിന്ന് ആളെ ഒഴിഞ്ഞത്. എല്ലാവരും കിടന്നു. എല്ലാവരും കിടന്നു. ഞാനും കിടന്നിട്ട് എഴുന്നേറ്റു. എനിക്ക് ഉറക്കം വരുന്നില്ല. ഒരു പർട്ടിക്കുലർ വിഷയം എന്നെ വല്ലാതെ അലട്ടുക. ഞാൻ അതിനകത്ത് ഒത്തിരി അസ്വസ്ഥനായി. രാത്രി കൃത്യം 2:35 2:40 ഞാൻ എഴുന്നേറ്റ് വന്ന് എൻ്റെ സെറ്റിയെ തനിച്ചിരിക്കുക. ആരോടും ഞാൻ മിണ്ടുന്നില്ല. ഞാൻ ഒറ്റയ്ക്ക് അവിടെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ ഫോൺ 2:40 വെളുപ്പിനെ, ഉച്ചയ്ക്കല്ല വെളുപ്പിനെ റിങ് ചെയ്തു. ഞാൻ നോക്കുമ്പോൾ പാസ്റ്റർ സാമച്ചന പുല്ലൂന്ന, പ്രിൻസ് പാസ്റ്ററല്ലേ? ആണു. എന്തിനാ വെച്ചാൽ ഈ 2:40 മോനെ ഞാൻ ഒരു സ്വപ്നം കണ്ടുകൊണ്ട് വിളിച്ചാ നിന്നോട് സംസാരിക്കാൻ. അദ്ദേഹം ഒരു ദൂത് എന്നോട് പറഞ്ഞു. വേറൊരു കാര്യം അദ്ദേഹത്തിന് പറയാനുണ്ടായിരുന്നു. പക്ഷേ ആ കാര്യം എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ എന്തിന് പ്രയാസപ്പെട്ടിരുന്നോ അതിൻ്റെ ഉത്തരമായിരുന്നു. ഞാൻ 2:40 അവിടെ ഒറ്റയ്ക്ക് ഇരുന്നത് ഒറ്റ മനുഷ്യനറിഞ്ഞില്ല. പക്ഷേ അതറിഞ്ഞ എൻ്റെ ഒരു കർത്താവുണ്ട്, മണവാളനായ ക്രിസ്തു, എൻ്റെ അരിമനാഥൻ, എൻ്റെ പ്രാണനാഥന്. ഞാൻ വിഷമിച്ചിരുന്നത് 2:40 ഞാൻ ഉണർന്നിരുന്നത് എൻ്റെ വീട്ടുകാർ പോലും അറിയാതെ എല്ലാവരും ഗാഠനിദ്രയിലായിരിക്കുമ്പോൾ ഈ എളിയവൻ ഒരു കൊച്ചു മുറിക്കകത്ത് ഇരുന്നത് ആരും കണ്ടില്ലെങ്കിലും കണ്ട ഒരു കർത്താവുണ്ട്. അതാണ് ക്രിസ്തു. പ്രിയരെ, ഇതായിരിക്കണം പങ്കാളി. ക്രിസ്തുവിൻ്റെ സ്നേഹം എന്താ? പറയാതറിയാനുള്ള സ്നേഹം. നിൻ്റെ പങ്കാളിയുടെ മുഖം വാടിയ, കുഞ്ഞിൻ്റെ മുഖം വാടിയ എന്താണെന്നറിയാനുള്ള ഒരു ദൈവകൃപ ഉണ്ടാകും. ദൈവം നമ്മുടെ സെൻട്രാലിറ്റിയായി, ക്രൈസ്റ്റ് സെൻറ്റേഡായ, അതുകൊണ്ട് ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു ജീവിതത്തിന് വേണ്ടി എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? ഞങ്ങളുടെ ജീവിതത്തിൻ്റെ കേന്ദ്ര ബിന്ദുവായിട്ട് കർത്താവ് വരണം. രണ്ടാമത്തെ ഒരു അനുഭവം പ്രളയാനന്തരമാണ്. ഞാനങ്ങനെ പേടിക്കുന്ന ഒരാളല്ല, വെറുതെ പേടിക്കാറില്ല. എന്നാൽ ഒരു രാത്രി ഭയം എന്താണെന്ന് ഞാൻ അറിഞ്ഞു. ഭയം ഭയങ്കര ഭീകരമാണ്. ഭയം ഒരു വല്ലാത്ത അവസ്ഥയാണ്. പ്രളയം കഴിഞ്ഞൊരു ഭയം എന്നെ പിടിച്ചു ഒരു രാത്രി. ആ ഭയം എന്നെ മൂടി. അസ്വസ്ഥനായി, പേടിയായി. എന്തിനാണെന്ന് എനിക്കും അറിയത്തില്ല. ഞങ്ങളുടെ ഒരു ഹോളിൽ വെള്ളം കയറിയിട്ട് അതിങ്ങനെ കിടക്കുക, പണി നടക്കുന്നില്ല. ആകെ ഞാൻ ഭയന്നു. ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെ വിളിച്ചു, എൻ്റെ കൂടെ കുറച്ചു നേരം പ്രാർത്ഥിക്കാമോ? അദ്ദേഹം വന്നു. അദ്ദേഹം ഒരു 4 മണിയായപ്പം പോയി. പിന്നെ ഞാൻ ഹോളിൽ തന്നെ കിടന്നു. ഭാര്യയോട് ഞാൻ പറഞ്ഞിരുന്നു ഹോളിൽ കിടക്കും, കൂട്ടുകാരുണ്ട്, അവിടെ തന്നെ കിടന്നു. പക്ഷേ വെളുപ്പിനെ എൻ്റെ ഭാര്യ എന്നെ വന്ന് വിളിച്ചിട്ട് പറഞ്ഞു ഒരാൾ വീട്ടിൽ വന്ന് വിളിക്കുന്നു. നേരം വെളുത്തില്ല, പരപരാന്ന് ആളെ അറിയാം, കഷ്ടിച്ച്. ഞാൻ ചെന്നപ്പോൾ ഒത്തിരി നാൾക്ക് മുമ്പ് കണ്ടിട്ടുള്ള ഒരു സഹോദരനാണ്, ഇച്ചിരി പ്രായമുണ്ട്, ദൂരേന്ന് വരികയാണ്. ഞാൻ ചെന്തിനാ വന്നേ? ഒന്നുമില്ല പാസ്റ്റേ, ഒന്ന് കാണണം തോന്നി, വെളുപ്പിനെ ആകുമ്പോൾ ഇവിടെ കാണുമല്ലോ. ഞാനൊരു കാര്യം പറഞ്ഞിട്ട് അങ്ങ് പോവുക. കയറി ഇരുന്നിട്ട് പറഞ്ഞു,
ഇന്നലെ രാത്രി പേടിച്ചോ? ഞാൻ പറഞ്ഞു എന്താ കാര്യം? എന്നോട് വീണ്ടും ചോദിച്ചു പേടിച്ചോ? 3-4 വട്ടം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു പേടിച്ചു. രാത്രി 2 മണിയായപ്പം ദൈവാത്മാവിനെ തട്ടി ഉണർത്തിട്ട് പറഞ്ഞു, പ്രിൻസ് പാസ്റ്റർ നീ പേടിച്ചിരിക്കുക, നീ ചെന്നിട്ട് പറയണം പേടിക്കണ്ട, ധൈര്യമായിട്ടിരിക്കുക, കർത്താവ് കൂടെ ഉണ്ടെന്ന്. അത് പറയാൻ ദൂരെ നിന്ന് വെളുപ്പായപ്പോഴേ ഈ മനുഷ്യൻ പിന്നെ ഉറങ്ങാതെ വന്നേക്കുക. ഞാൻ അവിടെ പേടിച്ചിരുന്നത് ആരും അറിഞ്ഞില്ല. പക്ഷെ ആരും പറയാതെ അറിഞ്ഞ ഒരു കർത്താവുണ്ടെങ്കിൽ, എൻ്റെ കർത്താവിൻ്റെ സ്നേഹം കൊണ്ട് കുടുംബങ്ങൾ നിറഞ്ഞ പ്രിയരെ, അവിടെയാണ് ക്രിസ്തു സ്നേഹം കൊണ്ട് നമ്മുടെ ഹൃദയങ്ങൾ നിറയാൻ പോകുന്നത്. എല്ലാവരും ദൈവത്തെ സ്തുതിച്ച് ഇന്ന് സന്ധ്യയെ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ആ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരുങ്ങുമ്പോൾ കുടുംബങ്ങളായി പ്രാർത്ഥിച്ചാട്ടെ. എല്ലാ കുടുംബങ്ങളായി വന്നവരെല്ലാം കുടുംബങ്ങളായി നിന്ന് പ്രാർത്ഥിച്ച് നമ്മുടെ കുടുംബങ്ങളിലേക്ക് മണി ടെസ്റ്റ് പിശാച് കൊണ്ടുവരും. ഞാൻ ഈ മണി ടെസ്റ്റ് പ്രസംഗിച്ചതാണ്. മണി ടെസ്റ്റ് പ്രസംഗിച്ചിട്ട് ശേഷം എനിക്കുണ്ടായ ടെസ്റ്റുകൾ വലുതായിരുന്നു. പക്ഷേ ഒന്നേ അറിയാം, എല്ലാ ടെസ്റ്റുകളെയും ജയിക്കാൻ കഴിയുന്ന ഒന്നുണ്ട്, ക്രിസ്തുവിൻ്റെ സ്നേഹം കൊണ്ട് ജയിക്കാൻ കഴിയും. കർത്താവ് എന്നെ ശക്തനാക്കുന്നതിന് മുഖാന്തരം സകലത്തിൽ മതിയാകുന്നു. മണി ടെസ്റ്റ് വരും, ഐ ടെസ്റ്റ് വരും. കുടുംബത്തിൽ ആരില്ല? ഐ ഇല്ല, എൻ്റെ ഇല്ല, പിന്നെ ആരുടെ ഉള്ളൂ? നമ്മുടെ ഉള്ളൂ. പറയാതറിയാം. പ്രശസ്തമായൊരു വാക്കുണ്ട്. രാജീവ്ജി ശ്രീ പെരുമ്പതമ്പൂരിൽ മരിക്കുന്നതിന് മുമ്പ് സോണിയാജി സെക്രട്ടറിയോട് ചോദിച്ചെന്ന്, വാട്ട് ഹാപ്പൻ ടു മൈ രാജ്യം? എങ്ങനെ അറിഞ്ഞത്? അതാണ് ദാമ്പത്യത്തിൻ്റെ ഔന്നത്യം. പറയാതറിയുന്ന ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു ജീവിതത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവരെല്ലാം കുടുംബങ്ങളായി എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിച്ചേ. കുടുംബങ്ങളായി എഴുന്നേറ്റ് നിന്ന് കരങ്ങളെ കോർത്ത് പിടിച്ച് എല്ലാ കുടുംബങ്ങളും പ്രാർത്ഥിച്ചേ. യേശുവിനെ വിളിച്ചേ. യേശു ഞങ്ങളുടെ കല്യാണം കഴിക്കാൻ പോകുന്ന മക്കളോടെല്ലാം പറയട്ടെ, ഒറ്റയ്ക്കിരിക്കുന്നവരുണ്ട്, കുഞ്ഞുങ്ങളെ, ഈ ഐ എന്നുള്ളത് മാറണം. മണി ടെസ്റ്റ് ജയിക്കണം. മറകളില്ലാതെ ജീവിക്കണം. ഒന്നും മറയ്ക്കാൻ പാടില്ല. കുടുംബത്തെ എന്തെങ്കിലും മറയ്ക്കാൻ എന്നുണ്ടെങ്കിൽ അതെല്ലാം തമ്പുരാനോട് ഏറ്റുപറയണം. ആരുടെയെങ്കിലും ജീവിതത്തിൽ ഇന്നലകളിൽ എന്തെങ്കിലും മറയ്ക്കാനുണ്ടെങ്കിൽ അതെല്ലാം തുടരല്ലേ, ഇവിടം കൊണ്ട് ക്യാൻസൽ ചെയ്യണം. ആരിലും എൻ മനോഭാരങ്ങളെ അറിയുന്നൊരു ക്രിസ്തുവുണ്ട്. ആ കർത്താവിൻ്റെ അടുത്ത് വരികയാണ്. കരങ്ങൾ ഉയർത്തി യേശുവെ എന്ന് വിളിച്ച് നമ്മുടെ ജീവിതം ക്രിസ്തു കേന്ദ്രീകൃതമാകാൻ വേണ്ടി സമർപ്പിച്ച്, എനിക്ക് ആ കർത്താവുമായിട്ട് കുടുംബങ്ങളിങ്ങനെ പ്രണയിക്കണം. ദാമ്പത്യത്തിൻ്റെ നടുവിലേക്ക് യേശു വരട്ടെ. ദാമ്പത്യത്തിൻ്റെ കേന്ദ്രബിന്ദു ക്രിസ്തുവാകട്ടെ. ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ ഏൽപ്പിച്ചു കൊടുത്തേ. യേശുവിലെ തോഴനെ കണ്ടേ, എനിക്കെല്ലാം ആയവരെ. യേശുവിലെ തോഴനെ, യേശുവിനെ വിളിച്ചുകൊണ്ട് ക്രിസ്തു നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാമായി മാറട്ടെ. ആ കുടുംബങ്ങളെല്ലാം കുടുംബങ്ങളായി വന്നവരെല്ലാം കരങ്ങളെ കോർത്ത് പിടിച്ച്, മക്കൾ പുറത്ത് അവരുടെ കഴിഞ്ഞെങ്കിൽ അവരെ കൂടെ വിളിച്ചിട്ട് ചേർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചേ. എല്ലാ ഐ ടെസ്റ്റിനകത്തേക്കും ക്രിസ്തു വരട്ടെ. പണത്തിൻ്റെ പേരിൽ, ഒന്നുകൂടെ പറയുന്നു, പരിശുദ്ധാത്മാ പണത്തിൻ്റെ പേരിൽ വീട്ടിൽ വഴക്കുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഏറ്റുപറയണം. കാരണം ദൈവമാണിതെല്ലാം തന്നത്. പിന്നിട്ട വഴികളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ ആരും ഇതിന് യോഗ്യരൊന്നും അല്ലായിരുന്നു. ഇത് വലിയൊരു പദവിയായിട്ടും കാണരുത്. ഇതിനപ്പുറം ഒന്നുണ്ട്, ദൈവത്തിന് ഒരുക്കുന്ന നിത്യതയാണ്. അതാണ് ഏറ്റവും വലിയ കാര്യം. അതുകൊണ്ട് അത് നഷ്ടപ്പെടുത്തുന്ന ഒന്നും നമ്മുടെ ജീവിതത്തിൽ വേണ്ട. നിത്യതയെ ബാധിക്കുന്ന തെറ്റുകളിലേക്ക് പോകരുത്. കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചേ. Hallelujah, Jesus. Hallelujah, hallelujah, hallelujah. തോഴനെ കണ്ടേ എനിക്കെല്ലാമായവനേ, പതിനായിരങ്ങളിൽ ഏറ്റവും സുന്ദരനേ, ശാരോനിൻ പനിനീർ പുഷ്പം അവനെ ഞാൻ കണ്ടെത്തി. പതിനായിരങ്ങളിൽ ഏറ്റവും സുന്ദരനേ, തുമ്പം ദുഃഖങ്ങള
യേശു രക്ഷകൻ താങ്ങും തണലുമാ അവനെ മറക്കുകയില്ല മൃത്യുവീരും യേശുവേ ഇഷ്ടം ഞങ്ങളുടെ ഓരോ കുടുംബങ്ങളിലേക്ക് വന്നു വരണമേ. ബന്ധങ്ങളെ അടുപ്പിക്കുന്ന ദൈവം അപ്പനും മക്കളും തമ്മിലുള്ള ബന്ധങ്ങളിലേക്ക്, ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലേക്ക് ആശ്വാസം നൽകുന്നു. എൻ ഭാരമെല്ലാം ചുമക്കാറുന്നേറ്റതാ. ശാരോരീ പനീർ പുഷ്പം അവനെ ഞാൻ കണ്ടെത്തിയേ. പതിനായിരങ്ങൾ ഏറ്റവും സുന്ദരനേ. പതിനായിരങ്ങൾ ഏറ്റവും സുന്ദരനേ. പതിനായിരങ്ങൾ ഏറ്റവും സുന്ദരനേ. ശാരോദീ പനീർ പുഷ്പം അപ്പനെ അവനെ ഞാൻ കണ്ടെത്തിയേ. പതിനായിരങ്ങൾ ഏറ്റവും സുന്ദരനേ. പതിനായിരങ്ങൾ ഏറ്റവും സുന്ദരനേ. യേശു നമ്മുടെ ജീവിതത്തിന്റെ സെൻട്രാലിറ്റി ആകട്ടെ. ദാമ്പത്യത്തിന്റെ നടുവിലേക്ക്, ഭാര്യാഭർത്തൃ ബന്ധത്തിന്റെ നടുവിലേക്ക് ഇവിടെ ഇരിക്കുന്ന പലരും പ്രായമായ വാർദ്ധക്യത്തിലുള്ള പേരൻസ് ഉണ്ട്. അവരും തമ്മിലുള്ള ബന്ധങ്ങൾ ഇടപെടും. അത് ഭാര്യയുടെ ആകട്ടെ ഭർത്താവിന്റെ ആകട്ടെ, എവിടെയോ വീണ അകലങ്ങളിലേക്കെല്ലാം യേശുവേ വന്നിട്ട് ബന്ധങ്ങളെ അടുപ്പിക്കണമേ. ഒപ്പം കൂടപ്പറപ്പുകൾ തമ്മിലുള്ള ബന്ധങ്ങൾ അകന്നു പോയിട്ടുണ്ടെങ്കിൽ അവിടേക്ക് യേശുവിനെ ക്ഷണിച്ച്, മക്കളുമായിട്ടൊരു ഗ്യാപ്പ് വന്നു, ജനറേഷൻ ഗ്യാപ്പ് എന്നൊക്കെ നമുക്ക് വിളിക്കാവുന്ന ഒരു ഗ്യാപ്പിനകത്ത് ഇന്ന് ശ്വാസം മുട്ടുന്നുണ്ടെങ്കിൽ യേശുവേ ആ ബന്ധങ്ങളെ അടുപ്പിക്കുന്ന ക്രിസ്തു ഞങ്ങളുടെ വീടിനകത്തേക്ക് വന്നിട്ട് വിളിച്ച്, എല്ലാവരും വിളിച്ച് എന്തു നല്ലോരു സഖി യേശു. ഹല്ലേലൂയ. ഉത്തമ സുഹൃത്തായ യേശുവിനെ ക്രൈസ്തന്റെ ആകട്ടെ. ശബബബഖറാസിയാൻ ദുനിയാ ഹംദനാറിഗലരഗന ബല 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 ബല. സഖിയേശു പാപദുഃഖം വഹിക്കും. അപ്പാ എല്ലാം യേശുവോടു ചൊല്ലിടുമ്പോൾ താൻ കേൾക്കും. അപ്പാ മേറെ സഹിച്ചു സമാധാനങ്ങൾ നഷ്ടം. എല്ലാം യേശുവോടു
യേശുവേ, ഞങ്ങളുടെ ബന്ധത്തിന്റെ സെൻട്രാലിറ്റിയായി കർത്താവ് വരണമേ. പലപ്പോഴും ഒരു ഐ ടെസ്റ്റിന്റെ ഉരച്ചിലുണ്ട് വീടിനകത്ത്. ഞാനാണോ നീയാണോ? ഐ എന്ന ഐ, ആ ഐക്ക് തമ്പുരാൻ ഓരോ അടി കൊടുക്കുമ്പോൾ ഒതുക്കുമ്പോ SON ആകും. സിൻ ബികം സൺ. ഐ മാറിയാ മതി. എൻ്റെ ഐ അതെന്റെ കുടുംബത്തിൽ പലപ്പോഴും ഒരു ഉരസിലുണ്ടാക്കുക. ഇന്ന് ക്രൂശിന്റെ ചുവട്ടിലേക്ക് അയ്യെ കൊണ്ട് വെച്ചിട്ട് പറ, ഐ മൂലം ഉണ്ടാകുന്ന സകല മണി ടെസ്റ്റ്, എൻ്റെ നിന്റെ ടെസ്റ്റിനെ ഇന്ന് കർത്താവെ അവിടെ ഒന്ന് യാഗപീഠത്തിൽ വെച്ച് ഉരുക്കി എടുത്തിട്ട് എന്നെ ഒന്ന് വിട്ടുവെച്ച് പൊന്നുപോലെ പുറത്തു കൊണ്ടുവരണമേ എന്ന് എത്ര പേർ കർത്താവിനോട് പ്രാർത്ഥിക്കും? എല്ലാവരും ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ച് യേശുവിൻ്റെ നാമത്തിനകത്ത്, ഐ ടെസ്റ്റിനകത്ത്, മണി ടെസ്റ്റിനകത്ത് കുരുങ്ങി കുടുംബങ്ങളിൽ ഉണ്ടാക്കുന്ന സകല കലഹങ്ങളെയും അകലങ്ങളെയും അന്യർക്ക് പ്രവേശിക്കാൻ ഒരുക്കുന്ന സകല വാതിലുകളെ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അടച്ച് ബന്ധിച്ച് ബഹിഷ്കരിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ കുടുംബങ്ങളിലേക്ക് സ്വൈര്യവും സമാധാനവും യേശുവിൻ നാമത്തിൽ വാണരുളട്ടെ, വാണരുളട്ടെ. എല്ലാവരും കരങ്ങളടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ട്. എല്ലാ കുടുംബങ്ങളും എല്ലാ കുടുംബങ്ങൾക്കും പേർ വരുവാൻ കാരണമായ യേശുവിന്റെ എല്ലാ കുടുംബങ്ങൾക്കും പേർ വരുവാൻ കാരണമായ കർത്താവിന്റെ സന്നിധിയിലേക്ക് യേശുവേ എന്റെ വീടിനെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സമർപ്പിച്ച് പ്രാർത്ഥിച്ച് അല്പസമയം കർത്താവോട് പറ, എന്റെ അയ്യെ കർത്താവിന്റെ കരങ്ങളിൽ കൊണ്ട് വെക്കുക. അയ്യ എന്നുള്ളത് എന്നിൽ മുഴച്ചു നിൽക്കുന്നുവെന്ന്. വചനം ഒരു കണ്ണാടിയാ. ആ കണ്ണാടിക്ക് മുമ്പ് നിൽക്കുമ്പോൾ എന്റെ ഐ പലപ്പോഴും എന്റെ വീടിന്റെ പ്രശ്നമായി മാറുന്നുണ്ടെങ്കിൽ അതിനെ കൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വെച്ചുകൊണ്ട് എന്റെ ഈഗോയെ ഒന്ന് തകർത്തിട്ട് ഞങ്ങൾ എന്നുള്ള ആ ഒരു ക്രമീകരണത്തിലേക്ക് വരുവാൻ യേശു ഞങ്ങളുടെ കേന്ദ്രബിന്ദുവായി മാറണമേ. പ്രിയരെ, ആ യാഗപീഠത്തിൽ കൊണ്ടുവച്ച എല്ലാം മുഴച്ചു നിൽക്കുന്ന എല്ലാ ശബ്ദമുണ്ടാക്കുന്ന ശബ്ദകോലാഹലങ്ങൾ ഉണ്ടാക്കുന്ന എല്ലാ ഐയെ മാറ്റി SON-ന്റെ ആ മാധുര്യത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന യേശു കർത്താവിന്റെ സന്നിധിയിലോട്ട് ഇറക്കി വെച്ച് ചേർന്ന് പാടാം. യേശുവിൻ നാമം മധുരിമ നാമം, ഇണയില്ല നാമം, ഇമ്പനാമം, വാനിലും ഭൂമിയിലും മേലായ നാമം. കരങ്ങളടിച്ച കർത്താവിനെ മാത്രം സ്തുതിച്ച് നമ്മുടെ ജീവിതം ക്രിസ്തു കേന്ദ്രീകൃതമാകട്ടെ. ലോകാനന്തരം വ്യക്തിപരമായി പ്രാർത്ഥിക്കേണ്ട കുടുംബങ്ങൾക്ക് വേണ്ടി, പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനിടയ ദാസർ സന്നദ്ധരാണെന്നും സ്നേഹത്തോടെ ഓർപ്പിക്കട്ടെ. വ്യക്തിപരമായി പ്രാർത്ഥന ആവശ്യമുള്ളവർ ലോകാനന്തരം മുമ്പോട്ട് കടന്നു വന്നാൽ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കും. വ്യക്തിപരമായി എല്ലാ കുടുംബങ്ങൾ പ്രാർത്ഥന ആവശ്യമുള്ള കുടുംബങ്ങളായി മുമ്പോട്ട് വന്നാൽ വലിയ ദാസനും ഞങ്ങളെ ദൈവദാസന്മാർ ചേർന്ന് പ്രാർത്ഥിക്കും. ഇന്ന് രാത്രി എന്റെ കുടുംബത്തെ ഞാൻ സമർപ്പിക്കുകയാണ്. എന്റെ കുടുംബത്തിന് പ്രാർത്ഥന ആവശ്യമുണ്ട്. ആ പ്രാർത്ഥന ആവശ്യമുള്ള കുടുംബങ്ങൾ ദയവായി മുമ്പോട്ട് വന്നാട്ട് എളിയവർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ താല്പര്യപ്പെടുകയോ. എല്ലാ മുട്ടും മടങ്ങുന്ന, എല്ലാ നാമം കർത്താവ് ഏറ്റുപാടുന്ന ആ നാമത്തിന്റെ ശക്തി യേശുവിന്റെ നാമത്തിൽ വ്യാപരിക്കട്ടെ.